എൻ്റെ പേര് കവിത. ഞാൻ വെട്ടിയാറിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 7/7/2024. ഇതെൻ്റെ 4ാമത്തെ പുതുക്കലാണ്. അമ്മ മാതാവിനോട് ചോദിച്ച എല്ലാ കാര്യങ്ങളും തിരുകുമാരനുമായി പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നു. ഞാൻ എൻ്റെ 1ാമത്തെ ഉടമ്പടിയിൽ എൻ്റെ മകനാണ് ഇവിടെ നിൽക്കുന്നത്, ജിതിൻ. എൻ്റെ മകന് ഒരു സർക്കാർ ജോലിയെക്കുറിച്ചാണ് ഉടമ്പടി വെച്ചിരുന്നത്. ആ ഉടമ്പടിയിൽ അവൻ KSEB സബ് എഞ്ചിനീയറായിട്ട് പരീക്ഷ എഴുതിയിരുന്നു. റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിലും ഒരുപാട് പിറകിലായിരുന്നു. അപ്പോൾ യാതൊരു കാരണവശാലും കിട്ടാനുള്ള സാധ്യതയില്ല. 2 പ്രാവശ്യം അതിൽ നിന്ന് ആളുകളെ എടുത്തെങ്കിലും പിന്നീട് അങ്ങോട്ട് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. പക്ഷേ 3ാമത്തെ ഉടമ്പടി മെയ് മാസത്തിൽ ഞങ്ങൾ 3ാമത്തെ ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കിയ സമയത്ത് ഈ ഉടമ്പടിക്കാലം തീരുന്നതിന് മുമ്പായിട്ട് ജോലിയെക്കുറിച്ചൊരു അറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടണേ എന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ആ ഉടമ്പടിക്കാലം തീരുന്നതിന് മുമ്പ് 2 മാസമായപ്പോഴേക്കും നമുക്ക് സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുകയുണ്ടായി. അവനെയും സെലക്ട് ചെയ്തു എന്നുള്ളൊരു സെലക്ഷൻ മെമ്മോ കിട്ടുകയുണ്ടായി. അതിന് അമ്മ മാതാവിനോടും തിരുകുമാരനോടും 1000 നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ് എനിക്കൊരു വീട് വേണമെന്നുള്ള കാര്യം. ആ വീട് വെക്കുന്നതിന് യാതൊരു മാർഗവുമില്ലാതെ എന്ത് കണ്ടുകൊണ്ടാണ് ഒരു വീടൊക്കെ പൂർത്തിയാക്കണമെങ്കിൽ ഒരുപാട് സാമ്പത്തികം വേണമല്ലോ. സാമ്പത്തികം ഒന്നും കയ്യിൽ കാണാതെ ഒരു വീടിന് എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കുകയും അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുമായിരുന്നു. ഞാൻ ഒരുപാട് മാനസികമായി വിഷമിച്ചിരുന്ന ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് അമ്മയോടുള്ള പ്രാർത്ഥനയിൽ ആ ഉടമ്പടിയിൽ എനിക്ക് ഒരു വീടിൻ്റെ ആരംഭം തുടങ്ങാൻ എനിക്ക് കാരണമായി. ഞാനിപ്പോൾ ആ വീടിന് അമ്മയുടെ അനുഗ്രഹത്താൽ ആ വീടിന് തറ കെട്ടിയിട്ടുണ്ട്. അതും അമ്മയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായ ഒരു വലിയ കാര്യമാണ്. ഞങ്ങൾ 4 പേരും എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ, എൻ്റെ അനിയത്തി, എൻ്റെ മകൻ 3 പേരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1ാമത്തെ ഉടമ്പടി സമയത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ നമ്മളെന്നും പോകാത്ത ഒരു വഴിയിൽ കൂടി അന്നത്തെ ദിവസം സ്കൂളിൽ പോവുകയുണ്ടായി. എൻ്റെ ഹസ്ബൻഡാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ ആ വഴിയിൽ ഒരു ഹമ്പുണ്ടായിരുന്നു. അതിന് സിഗ്നലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അത് കയറി കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ പുറകിൽ നിന്ന് കൈവിട്ട് തെറിച്ച് ആ റോഡിലേക്ക് പോയി. പക്ഷേ എന്നെ 2 കൈകളിലും എടുത്ത് റോഡിലോട്ട് കൊണ്ടുവെക്കുന്നൊരു ആ ഒരു അനുഭവമായിരുന്നു എനിക്ക് പറ്റിയത്. ഞാൻ തെറിച്ച് വന്ന് വീണ ആ ഒരു സമയത്ത് ഞാൻ ഓർത്തു എൻ്റെ ഈ താടിയെല്ലാം സെറ്റോട് ഇളകിപ്പോയതായിരിക്കുമെന്ന്. ഞാൻ എഴുന്നേറ്റിട്ട് ഇങ്ങനെ തപ്പി നോക്കിയത് ഇവിടെ ഉണ്ടോയെന്നാണ്. പക്ഷേ എനിക്ക് അവിടെ എങ്ങും ഒന്നും പറ്റിയില്ല. കൈയുടെ മുട്ടിനും കാലിൻ്റെ മുട്ടിനും ചെറിയ ഒരു ഉരവ് മാത്രമേ സംഭവിച്ചുള്ളൂ. അത് ആ ഉടമ്പടി കാലത്ത് അമ്മ എന്നെ രക്ഷിച്ചതാണ്. അതുപോലെ സ്കൂളിലെ HM ആണ്, ഹെഡ് മിസ്ട്രസ്സാണ് ഞാൻ. സ്കൂളിലെ ഓരോരോ ചില പ്രശ്ന സമയത്തൊക്കെ അമ്മയുടെ ഈ ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിലുണ്ട്. ആ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ഒരു പ്രശ്നങ്ങളിലും പെടാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സ്കൂളിൽ വരുന്ന എൻ്റെ കുട്ടികളുടെ രക്ഷിതാക്കളോടും അതേപോലെ തന്നെ മറ്റ് ഞാനുമായിട്ട് പരിചയപ്പെടുന്ന വേറെ ചിലരൊക്കെ ദുഃഖങ്ങൾ ഞാനുമായിട്ട് പങ്കുവെക്കുന്ന സമയത്തൊക്കെ ഞാൻ അവരോട് ഈ കൃപാസനത്തെ പറ്റി പറയുക ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ മെയ് മാസത്തിൽ ഒരു വിനോദയാത്ര പോയി. അപ്പം വണ്ടിയിൽ കൃപാസനത്തിലെ പത്രം കൂടി എടുത്തു വെച്ചിരുന്നു, എല്ലാവർക്കും കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ ആ പത്രത്തിൽ കുറച്ച് വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ 2ാമത്തെ ദിവസം റൂം കിട്ടാഞ്ഞതുകൊണ്ട് ഞങ്ങൾ എറണാകുളത്തു നിന്നും നേരെ വീട്ടിലേക്ക് ഇനി പുറപ്പെട്ടു. അപ്പോൾ ഒരു 12:30 ആയി കാണും. ഏതാ സ്ഥലമെന്ന് എനിക്ക് അന്നേരം ആ സമയത്ത് അറിയത്തില്ല. ഓടിച്ചിരുന്നത് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് വണ്ടി ഓടിച്ചിരുന്നത്. ആ 12:30 ആയ സമയത്ത് ഏതോ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും കണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് അടഞ്ഞു പോയി. വണ്ടി കയ്യിൽ നിന്നും പാളി വലതുവശത്തേക്ക് അങ്ങ് പോയി. അപ്പോൾ വണ്ടിയിൽ 2 അടി അടിക്കുന്ന സൗണ്ട് കേട്ട് പെട്ടെന്ന് ഞങ്ങൾ ഞെട്ടി ഉണർന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഏതെങ്കിലും വണ്ടിയെ ചെന്ന് ഇടിച്ചതായിരിക്കും. കാറിൻ്റെ ഗ്ലാസ് എല്ലാം ഇളകിപ്പോയ പോലെ എനിക്ക് കണ്ണു തുറന്നപ്പോൾ തോന്നി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. വണ്ടി പാളിപ്പോകാൻ നേരത്ത് അമ്മ ശബ്ദം ഉണ്ടാക്കി ഞങ്ങളെ
രക്ഷിച്ചതാണ്. കാരണം അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് മാറ്റി നിർത്തി വണ്ടി നോക്കിയപ്പോൾ പാലത്തേലാണ്. പാലത്തിൻ്റെ കൈവരി തകർത്ത് വെള്ളത്തിലേക്ക് വീഴാൻ പോകുന്ന ഒരു അവസ്ഥയിലാണ് വണ്ടി അവിടെ ചവിട്ടി നിർത്തിയത്. ഇതെല്ലാം തിരുകുമാരൻ്റെയും അനുഗ്രഹവും കൃപ കൊണ്ടും ആണ് ഞങ്ങൾക്കിത് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ അനുജത്തിക്കും ഇതുപോലെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവളുടെ കയ്യിലോട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഈ പത്രം ഞാൻ യാത്ര ചെയ്യുന്ന ബസ്സിലും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ വീടുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടുകളിലൊക്കെ കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് ഇത് കൊടുക്കുമ്പോൾ അവർ നമ്മളെ ഒരുപാട് കളിയാക്കുമായിരുന്നു. നിങ്ങളെന്തിനാ ഇങ്ങനെ ഇതൊക്കെ കൊടുക്കാൻ പോകുന്നത്, ഞങ്ങളെ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പക്ഷേ അവരിൽ ചിലരൊക്കെ വീണ്ടും ചോദിച്ച് പത്രം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ അന്നദാനം നടത്തും. അനാഥാലയങ്ങളിലേക്ക് അരി, പച്ചക്കറി, ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെ ഒരുപാട് വിഷമിച്ച് നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നവരോട് അവരോട് സന്തോഷത്തോടെ സമാധാനിപ്പിച്ച് അവരോട് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ എൻ്റെ സ്കൂളിലെ അച്ഛൻ ഒക്കെ മരണപ്പെട്ട കുട്ടികളുടെ വീട്ടിലേക്കുള്ള അരിയും മറ്റു പലവ്യഞ്ജന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. അവർക്കുള്ള കുട്ടിക്കുള്ള ഡ്രസ്സ്, പിന്നെ എന്തെങ്കിലും കാരണവശാൽ അവർക്ക് എന്തിനെങ്കിലും പൈസ തരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് അവരോട് വേണ്ടാന്ന് വെക്കുകയും അത് നമ്മളായിട്ട് ചെയ്യുകയും, അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടിയുണ്ട്, അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതെല്ലാം അമ്മ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും അനുഗ്രഹത്താലും കൃപയാലുമാണ് എനിക്ക് അതൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ അനിയത്തിയുടെ കയ്യിലോട്ടൂടെ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഞങ്ങളും ഈ പറഞ്ഞതുപോലെ 2024 ജൂലൈ മാസത്തിലായിരുന്നു ഉടമ്പടി എടുത്തത്. ഞങ്ങൾക്ക് ഞാനും ചേച്ചിയുടെ മോൻ്റെ ജോലിക്ക് വേണ്ടി ഉടമ്പടി വെച്ചിരുന്നു. അത് സാധ്യമായി കിട്ടിയതിന് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ 40% സ്ഥലം ഉണ്ടായിരുന്നു. അതിലേക്കൊരു നടവഴി പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥലമായിരുന്നു. അത് കാരണം വളരെ നേരത്തെ തന്നെ നമ്മുടേത് വസ്തുവിൻ്റെ ചിന്ത തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയിരുന്നു. കാരണം അതിൻ്റെ അടുത്തുള്ള ഒരു വസ്തുക്കാർ വിചാരിച്ചാൽ അതിലേക്ക് വഴി തരാമായിരുന്നു. പക്ഷേ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ അതിൽ വഴി കിട്ടണമെങ്കിൽ 2 വസ്തുവിൻ്റെ ഉടമസ്ഥ വിചാരിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളായിരുന്നു. അത് അങ്ങനെ എഴുതി തള്ളിയ ഒരു കേസായിരുന്നു. അത് കാരണം അതിനെപ്പറ്റി ഒന്നും ഉടമ്പടിയിൽ വെച്ചിരുന്നില്ല. പക്ഷേ എനിക്കത് ചോദിക്കാതെ തന്നെ അമ്മ അതൊരു വലിയ പ്രതിഫലമായി തന്നു. അതിന് കാരണം ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊരു ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന വഴി ഒരു ഹസ്ബൻഡിന് ഒരു ഫോൺ കോൾ വരികയും ഒരു പള്ളിയുടെ മുന്നിലായിട്ട് തന്നെ വണ്ടി നിർത്തുകയുണ്ടായി. അപ്പോൾ അവിടെ അടുത്തൊരു പള്ളിയും മാതാവിൻ്റെ രൂപമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങിയെന്നാൽ ഞാനും മോളും കൂടെ സംസാരിക്കുന്ന അത്രയും സമയം ഞങ്ങൾ വെളിയിലിറങ്ങി അവിടെ പ്രാർത്ഥിക്കാമെന്ന് വെച്ച് കയറിയപ്പോൾ അവിടെ 2 കെട്ട് പത്രം, ഇതുപോലെ കൃപാസനത്തിലെ 2 കെട്ട് പത്രം അന്നത്തെ മഴയിൽ നനഞ്ഞ്, ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, നനഞ്ഞ് കുതിർന്ന് കിടക്കുകയായിരുന്നു. ഇപ്പോൾ അതെനിക്ക് അതവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ മനസ്സ് തോന്നിയില്ല. ഞാൻ ആ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അത് പിറ്റേ ദിവസത്തെ വെയിലിലും ഫാനിലും ഒക്കെ വെച്ച് ഉണക്കി അതെല്ലാവർക്കും ഞാൻ കൊടുത്തു. എന്നെക്കൊണ്ടാവുന്ന പോലെ അത് മൊത്തത്തിൽ എനിക്ക് കൊടുക്കാൻ പറ്റി. അതിനുള്ളൊരു പ്രതിഫലമായിട്ട് ഞാൻ ഒരിക്കലും ഈ വസ്തുവിന് വഴി കിട്ടുമെന്ന് വിചാരിച്ചതല്ല. അതിൻ്റെ അടുത്ത വസ്തുക്കാർ നമ്മളോട് ഇങ്ങോട്ട് വന്ന്, അവരുടെ വസ്തു വിൽക്കാൻ പോയ സമയത്ത് ഇങ്ങോട്ട് വന്ന് നമ്മളോട് നിങ്ങൾക്ക് വഴി വേണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയും, അങ്ങനെ ഒരു വഴിയുമില്ല, അങ്ങനെ 2 വസ്തുക്കാർ ചേർന്ന് ഒരു വഴിയും ഇല്ലാതിരുന്ന ആ വസ്തുവിലേക്ക് പൊതുവായിട്ട് 3 വസ്തുക്കാർ ചേർന്ന് 6 സെൻറ്റ് സ്ഥലം വഴിക്കായി മാത്രമായി 3 വസ്തുവിലേക്കും പൊതുവഴിയായി ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുത്ത സമയത്ത് ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഒരു സ്വർണ്ണമാല, ഞാൻ സ്കൂളിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ സ്കൂളിൽ പോയ കൂട്ടത്തിലാണോ എവിടെയാണോ എന്ന് എനിക്കറിയില്ല, അത് പോയിരുന്നു. അപ്പോൾ ഞാൻ 2ാമത് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അത് നിയോഗമായിട്ട് വെച്ചിരുന്നു. 2.25 പവനുണ്ടായിരുന്നു ആ മാല. അപ്പോൾ അത് നിയോഗമായിട്ട് വെച്ചത്. കാരണം വീട്ടിലും എല്ലായിടം തിരക്കി, സ്കൂൾ ബസ്സിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. സ്കൂൾ ബസ്സിൽ നോക്കി, സ്കൂളിലും നോക്കി, അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഇനി അന്വേഷിക്കാനായിട്ട് ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2ാമത്തെ ഉടമ്പടിയിൽ ഞാനത് നിയോഗമായിട്ട് വെച്ചിരുന്നു. അങ്ങനെ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ അതും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇനിയും ഹസ്ബൻഡും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അത് പുറത്താർക്കെങ്കിലും കിട്ടിക്കാണും, എങ്ങനെ കിട്ടാനാ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം ഞാൻ പറയുണ്ടായി, അമ്മേ എനിക്ക് ഇനി ഈ പ്രാർത്ഥന ഞാൻ നിയോഗം ഞാൻ പറയുകയില്ല, കാരണം അതെവിടെയെങ്കിലും മിസ്സായിപ്പോയി കാണും, എനിക്കത് കിട്ടാനൊരു വഴിയുമില്ല എന്ന് പറഞ്ഞ്
പ്രാർത്ഥന നിർത്തി വൈകിട്ടത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് മോൻ ഈ മാല നമ്മുടെ മേശയുടെ ഡ്രോയറിൽ നിന്ന് 2 പേപ്പറുകൾക്കിടയിലായിട്ടിരിക്കുന്ന അവൻ്റെ സ്റ്റാപ്ലെയർ പിന്നെ എന്തോ തപ്പിപ്പോയതാണ്, അപ്പോൾ കിട്ടിയതാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. അന്ന് ആ പ്രാർത്ഥന ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്ന് പറഞ്ഞത് അത് പ്രാർത്ഥിക്കണ്ട എന്ന് തന്നെ മാതാവ് തീരുമാനിച്ചു. എനിക്കത് കിട്ടി. ആ മാല താലിമാലയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റും അതിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഞാനിപ്പോൾ ഈ ഗസ്റ്റ് ആയതുകൊണ്ട് ഓരോ വർഷവും ഇൻ്റർവ്യൂവിന് പോയിട്ടാണ് സ്കൂളിൽ കയറുന്നത്. ആ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സ്ഥലത്തും ഞാൻ 2-3 പത്രമായിട്ടായിരിക്കും പോകുന്നത്. എന്നോട് കോമ്പീറ്റ് ചെയ്യാൻ വരുന്നവർക്ക് വരെ ഞാൻ ആ പത്രം കൊടുക്കും, പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഇതുവരെ ജോലി ഇല്ലാതെ നിൽക്കേണ്ട അവസ്ഥ അമ്മ തന്നിട്ടില്ല. അതുപോലെ മോൻ്റെ പഠനം അവൻ പഠിത്തത്തിൽ ഇച്ചിരി പുറകോട്ടായിരുന്നു. പഠിത്തത്തിൽ ഒരുപാട് പുറകോട്ടായിരുന്നു. പക്ഷേ അവനെ ഒരു ദൈവങ്ങളെയും പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പക്ഷേ മാതാവിൽ വളരെ വിശ്വാസവും രാവിലെ എക്സാമിനും സ്കൂളിലും ഒക്കെ പോകുമ്പോൾ മാതാവിൻ്റെ ഉപ്പും പരിശുദ്ധ തൈലവും ഒക്കെ തേച്ചിട്ടാണ് അവന് പോകുന്നത്. അതിൻ്റേതായ പഠനത്തിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത്. അമ്മയ്ക്ക് ഒരു സ്ഥലമുണ്ടായിരുന്നു, അവിടെ ഒരു കിണറുണ്ടായിരുന്നു. അത് അടുത്ത അമ്മയുടെ റിലേഷനിൽപ്പെട്ടവർക്ക് വെള്ളം കോരി കുടിക്കാൻ അനുവാദം നൽകിയിരുന്നു. അത് പിന്നീട് അവർ സ്ഥിരമായി ഉപയോഗിച്ചു എന്നുള്ള പേരിൽ അവർ കേസ് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ വസ്തു നമുക്ക് വിൽക്കാനോ അത് കേസ് മാറ്റാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉടമ്പടി വെച്ചിരുന്നു. അമ്മ ഇത് ഒരുപാട് മാനസികമായിട്ട് അമ്മ അലട്ടിയിരുന്നു. 2017 മുതലുള്ള ഒരു കേസായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 6 മാസത്തിനകമായിട്ട് അമ്മ ആ കേസും പരിഹരിച്ചു തന്നു. അതുപോലെ തന്നെ ആ വസ്തു വിൽക്കാനായി, അതിൻ്റെ ഷെയർ ചേച്ചിക്ക് കൊടുക്കാനായി. ഇതൊക്കെ ഞങ്ങൾക്ക് അമ്മ മാതാവ് കഴിഞ്ഞനുഗ്രഹിച്ച അനുഗ്രഹങ്ങളാണ്. എത്രയും കാലം ഈ ഉടമ്പടിയിൽ മുന്നോട്ട് പോകാമോ അത്രയും കാലം തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഓൾഡ് ഏജ് ഹോമുകൾ സന്ദർശിച്ച് അവർക്ക് വേണ്ട ആഹാരങ്ങൾ, അതുപോലെ തന്നെ അനാഥ കുട്ടികളുടെ അവിടെയൊക്കെ സന്ദർശിച്ച് അവിടെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പത്രങ്ങൾ എല്ലാം വിതരണം ചെയ്യാറുണ്ട്. നമുക്ക് കിട്ടുന്ന പത്രങ്ങളല്ലാതെ ഇവിടെ വന്ന് വാങ്ങിച്ച് പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ പലരും നമ്മളോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മളിവിടെ പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ നിയോഗങ്ങൾ അർപ്പിക്കാറുള്ളത്. നമ്മളുടെ പരിചയത്തിലുള്ളവർക്ക് അസുഖങ്ങൾ വന്നാലോ അവർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാലോ അവരുടെ പേരുകൾ പ്രത്യേകം എഴുതി ഞാൻ നിയോഗത്തിൽ സമർപ്പിക്കാറുണ്ട്. ഈ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഇനിയും എൻ്റെ കുടുംബത്തിന് അനുഗ്രഹങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 8-ാം തിരുവചനം. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നതശില എൻ്റെ അറിവിലില്ല. നമുക്ക് പ്രഖ്യാപിക്കുവാൻ വളരെ സന്തോഷം തോന്നുന്ന ഏറ്റവും വലിയ കാര്യമാണ്, ദൈവം എൻ്റെ സ്വന്തമാണ്. എനിക്ക് സ്വന്തമായി ഒരു ദൈവമുണ്ട്. എന്നെപ്പോലെ, ദൈവത്തെപ്പോലെ എനിക്ക് സ്നേഹിക്കുവാനും സേവിക്കുവാനും എന്നെ കാത്തുപരിപാലിക്കുവാനുമായി മറ്റൊരു ദൈവമില്ല എന്ന് എനിക്ക് അഭിമാനിക്കാവുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്നൊരു വലിയ വെളിപാടാണ്. ഇവിടെ കവിതയും കുടുംബവും എന്ന് പറയുന്ന ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. ഒരു കുടുംബത്തെ മുഴുവൻ പരിശുദ്ധ അമ്മ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ എല്ലാ ജീവിത വഴികളിലും എല്ലാ ജീവിതാവസ്ഥകളിലും പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ കുടുംബമാണ്, ഉപകരണമായി കുടുംബത്തെ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നതാണ് എന്നാണ് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാകുന്നത്. ഇന്ന് ഈ ഉടമ്പടി പടർന്നു പന്തലിച്ച് ഒരു വലിയ മരമായി ഒരുപാട് മക്കൾക്ക് സാന്ത്വനവും സന്തോഷവും തണലും നൽകി അനുഗ്രഹിക്കുന്നതാണെന്ന് ഇന്നിവർ ഏറ്റുപറയുകയാണ്. ഇവരുടെ കുടുംബത്തിലും സമുദായത്തിലും ഇവരെ ചെന്നു ചേരുന്ന എല്ലാ മക്കളിലും ഈശോയെക്കുറിച്ച് പറയുകയും ഈ അനുജത്തി പറഞ്ഞ ഒരു വലിയ സാക്ഷ്യമുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വീടിന് വേണ്ടി വഴി കിട്ടാനായി ഞാൻ ഏറ്റവും വലിയൊരു ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് നനഞ്ഞു കിടന്ന 2 കെട്ട് പത്രം ഞാൻ എടുത്ത് ഉണക്കി ആ പത്രത്തോടുള്ള ബഹുമാനവും എൻ്റെ പരിശുദ്ധ അമ്മയോടുള്ള എനിക്ക് സ്വന്തമായ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സ്നേഹവും ഞാൻ പ്രകടിപ്പിച്ചപ്പോഴാണ് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന എൻ്റെ വീട്ടിലേക്കുള്ള വഴി പരിശുദ്ധ അമ്മ വഴി വെളിച്ചു തന്നത്.
വഴിവെട്ടി തന്നതെന്ന് ഈ മകൾ ഏറ്റു പറയുകയുണ്ടായി. നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാവുന്ന, നമുക്ക് ജീവിതത്തിൽ അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ വലിയ സാക്ഷ്യങ്ങളാണ് ഇന്നിവർക്ക് ഇവിടെ ഏറ്റു പറയാനുള്ളത്. മകനെക്കുറിച്ചുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. കവിത പറയുന്നു, KSEBയിൽ സബ് എൻജിനീയറായി 2 മാസത്തിൽ തന്നെ സെലക്ഷൻ കിട്ടി. അവർക്കതൊരു വലിയ ആശങ്കയായിരുന്നു, മകൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതെല്ലാം. പക്ഷേ പരിശുദ്ധ അമ്മയെ ഈ ഉടമ്പടിയിലൂടെ ഏൽപ്പിച്ച വശം തന്നെ പരിശുദ്ധ അമ്മ അവർക്ക് ഉടൻ പരിഹാരം നൽകി. ആ ജീവിതഭാരം കുറച്ച് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് സാമീപ്യം നൽകി അനുഗ്രഹിക്കുന്നൊരു വലിയ സാക്ഷ്യമാണ്. അതുപോലെ തന്നെ വഴിയും സത്യവും ജീവനുമായ ഈശോ അവർക്ക് വീട് നൽകി അനുഗ്രഹിച്ചതായി കവിത ഏറ്റു പറയുന്നു. സ്കൂളിലെ അച്ഛമായ ഈ മകൾ കവിത എല്ലാ ജീവിത പ്രശ്നങ്ങളിലും പരിശുദ്ധ അമ്മയോട് ഇന്ന് അഭിപ്രായം ചോദിച്ച് തീരുമാനങ്ങളെടുത്ത് അവിടെ വരുന്ന രക്ഷിതാക്കൾക്കും മക്കൾക്കുമെല്ലാം കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് ഈശോ ഏക രക്ഷകനാണ്, ഈശോയിൽ മാത്രമേ ഇന്ന് രക്ഷയുള്ളൂ, പരിശുദ്ധ അമ്മ നമ്മുടെ സഹരക്ഷകയാണെന്നൊക്കെ പറയാനുള്ള ചങ്കൂറ്റവും ധൈര്യവും ഇന്ന് ഈ മകൾക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചിരിക്കുകയാണ്. വിനോദയാത്രയ്ക്ക് പോയപ്പോൾ ഉണ്ടായൊരു വലിയ അനുഭവം ഈ മകളിവിടെ വിവരിക്കുകയുണ്ടായി. കണ്ണൊന്ന് അല്പം അടഞ്ഞു പോയപ്പോൾ പരിശുദ്ധ അമ്മ എന്തും ഒരു ആഴിയിലേക്ക് എറിഞ്ഞു കളയപ്പെടാമായിരുന്ന ഒരു വലിയ കൂട്ടം ജീവിതങ്ങളായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ പരിശുദ്ധ അമ്മയുടെ മേലങ്കിയിൽ ഇവരെ കാത്തു സൂക്ഷിച്ച് ഒരു വണ്ടിയെ മൊത്തം ഒരുപാട് ജനങ്ങളെയാണ് ഇന്ന് ഇവരുടെ കുടുംബത്തിൽ രക്ഷപ്പെടുത്തി സാക്ഷികളാക്കി മാറ്റിയിരിക്കുന്നത്. ഇവരെ പലപ്പോഴും ഇവരുടെ സൊസൈറ്റിയിലുള്ളവർ തന്നെ ഇവരെ കാണുമ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പാടി കളിയാക്കാറുണ്ട്. പക്ഷെ കളിയാക്കുന്നവരെല്ലാം ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് അവരുടെ ജീവിത സാക്ഷ്യങ്ങൾ ഏറ്റുപറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. നാം കേൾക്കാറുണ്ടല്ലോ, ട്രോളുകൾ നല്ലതാണ്. ആരെല്ലാം കളിയാക്കിയിട്ടുണ്ടോ, ആരെല്ലാം ട്രോളുകൾ ഇറക്കിയിട്ടുണ്ടോ അവരെല്ലാം ഇന്ന് ഈ പ്രത്യക്ഷീകരണ സാക്ഷികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കവിതയുടെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിന് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും, ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ മക്കളുടെയും സാക്ഷ്യത്തിന്, സങ്കടങ്ങൾക്ക് ഒരു വലിയ സാക്ഷ്യം, ഒരു വലിയ ഉത്തരമാണ് ഈ സാക്ഷ്യമെന്ന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കൈയടി നൽകി ഈ കുടുംബത്തിന് ഈശോ നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.